നമ്മൾ എന്തിനാണ് PTP അനുസ്മരിക്കുന്നത്? ഒരു 1-2 മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ നമ്മുടെ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യവും ഇതുപോലുണ്ടാകുന്ന ആൾക്കാർ അതിനു വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെയും അനുസ്മരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള, അവർ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. പ്രധാനമായും PTPയെ പോലെ തന്നെ കോഴിക്കോടുകാർക്കുള്ള ഒരു സ്വകാര്യ അഹങ്കാരമാണ് IG ഭാസ്കര പണിക്കർ. അത് ഞങ്ങളുടെ വേറൊരു ഭാസ്കര പണിക്കരാണ്. അദ്ദേഹവും PTPയെ പോലെയല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ഭാസ്കര പണിക്കരാണ്. ഇവരൊക്കെ മാതൃകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് IGP പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ കൗൺസിലിന് മുമ്പിൽ പറയാം. ഒരു ദിവസം എന്നെ IGP വിളിച്ചു. ഞാൻ ദിവസം നമ്മൾ IGP ദിവസം കണ്ടോണ്ടിരിക്കുകയാണ്. മാഷ് പറഞ്ഞു, കുഞ്ഞിക്കണ്ണൻ, എന്നെ കോഴിക്കോട്ട്, ഞാൻ മാഷ് ഗുരുവായൂരപ്പൻ കോളേജിലെ മാത്തമാറ്റിക്സിന്റെ പ്രൊഫസറായി, എന്നെ സാമൂതിരി വിളിച്ചു. ഞാൻ എന്തിനാണ് മാഷെ സാമൂതിരി വിളിച്ചത്? അന്ന് IGPക്ക് കാര്യമായിട്ട് വീടോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, സ്വന്തമായി സ്വത്ത് ഒന്നുമില്ല, ഒരു വാടക വീട്ടിൽ താമസിക്കാം. സാമൂതിരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് IGP ടീച്ചറെ വിവാഹം കഴിച്ചത്. അത് മനസ്സിലാക്കിയിട്ടുള്ള സാമൂതിരി IGPയെ വിളിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഭാസ്കര പണിക്കർ, ഈ കോളേജിന്റെ താഴെ സമതലമായിട്ടുള്ള 5 ഏക്കർ സ്ഥലമുണ്ട്. അത് നിങ്ങൾ അതിന്റെ പൈസ ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. അത് പ്രമാണത്തിൽ നമ്മൾ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഒരു പൈസ എഴുതി കൊടുക്കും. അത് ഭാസ്കര പണിക്കർ അങ്ങ് എടുത്ത് ഒരു വീട് ഉണ്ടാക്കി കുടുംബം അവിടെ താമസിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാഷ് എന്താ മറുപടി പറഞ്ഞത്? കുഞ്ഞിക്കണ്ണൻ, ഞാൻ പറഞ്ഞ മറുപടി, സാമൂതിരിപ്പാടെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ സ്വകാര്യ സ്വത്ത് ആർജിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. ആ IGP ആ മനസ്ഥിതിയിലാണ് IGP ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ആ മനസ്ഥിതിയിലാണ് PTP നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരെല്ലാവരും ആ ഒരു മനസ്ഥിതിയിൽ, ആ ലാളിത്യത്തിൽ, ആ അറിവിൻ അർപ്പണ ബോധത്തിൽ, ആ അറിവിന്റെ പ്രചാരണത്തിനുണ്ടാകുന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ, പ്രവർത്തന പരിപാടികളിലുള്ള കൃത്യതയിൽ, ശാസ്ത്ര പ്രചരണം കേരളത്തിൽ നടത്തിക്കൊണ്ട് മാത്രമേ ആ പരിമിതി മുറിച്ചു കടന്നുകൊണ്ട് പുതിയൊരു കേരളം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള വ്യക്തികളാണ് ഇവരെല്ലാം. ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള ഒരു ബാധ്യത 1960കളെയും 70കളെയും എല്ലാം അപേക്ഷിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അന്ധവിശ്വാസത്തിനെതിരെ ഒരു വർത്തമാനം പറഞ്ഞാൽ അത് മതവിശ്വാസത്തിനെതിരായിട്ടാണോ ഈശ്വരവിശ്വാസത്തിനെതിരായിട്ടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കേരളമാണ് ഇന്നുള്ളത്. തെരുവിൽ അത് വെച്ചുകൊണ്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കി കേരളത്തെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയുള്ള PT ഭാസ്കര പണിക്കരിൽ നിന്ന് അത് ഏറ്റെടുത്തിട്ടുള്ള സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ PTP അനുസരിക്കുന്നത്.